ഒരു മിനിറ്റ്. മോളെ മാളു, സുഖാണോ? അച്ഛാ, സുഖാണ് അച്ഛാ. നീ എന്താടി ഇങ്ങനെ കിതക്കുന്നേ? ഈ സമയത്താണോ ഓട്ടം? ഞങ്ങളിവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം അച്ഛാ. ഓണല്ലേ വരുന്നേ. ഈ വർഷം ഇവിടെ ഓണത്തിന് ഗംഭീര പരിപാടിയാണ്. മോഹനേട്ടനാ ഇപ്രാവശ്യത്തെ മാവേലി. അപ്പോ ഇത്തവണയും നാട്ടിലേക്കില്ല? ഇല്ലച്ചാ, ഇത്തവണയും വരാൻ പറ്റില്ല. എല്ലാവരും കൂടി മോഹനേട്ടനെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാക്കി വെച്ചേക്കല്ലേ. അല്ല, അച്ഛനിപ്പോൾ പുറത്തേക്കൊന്നും പോവാറില്ലേ? ആര് പറഞ്ഞു? ഞാൻ ആയിഷത്താനെ വിളിച്ചായിരുന്നു. ആ, ആലിക്കുട്ടി പോയ പിന്നെ ഞാൻ അവിടേക്കെങ്ങും പോകാറില്ല. അച്ഛനിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ? അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്ന് നിന്നൂടെ അച്ഛന്? ഓ, ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അവിടെ നാട്ടിലാവണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോളാ. ഓ, അതൊന്നും കാര്യാക്കണ്ട. എനിക്കിപ്പോ ഇതെല്ലാം ശീലായില്ലേ. അല്ലെങ്കിൽ ഇത്തവണ എല്ലാവർക്കും കൂടെ തറവാട്ട് കൂടിക്കൂടെ? ചെറിയച്ഛന്മാരും അമ്മായിമാരൊക്കെയായി. അതിനിപ്പോ അവർക്കും തിരക്കല്ലേ. ആ, ഇക്കൊല്ലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അടുത്ത ഓണത്തിന് ബാക്കിയുണ്ടെങ്കിൽ അപ്പൊ ആലോചിക്കാം. പഴയ പോലെ എല്ലാവരായിട്ടും ഒന്ന് ഒത്തുകൂടാൻ കൊതിയാവുന്നു. ഓ, നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം, പൂ പറിച്ചതും പൂക്കളമിട്ടതും മാവേ കയറി മാങ്ങ പറിച്ചതും ഊഞ്ഞാലാടിയതും ഒക്കെ. ഇതങ്ങനെയല്ല അച്ഛാ, സത്യ. ഓ, സമ്മതിച്ചു. അനന്തു അമ്മു ഒന്നും വിളിക്കാറില്ലേ? ഓ, എന്നെ ആരും വിളിക്കാറില്ല. അച്ഛനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട, നമുക്ക് മൂന്നുപേർക്കും മാറി മാറി നോക്കാം എന്ന് ഞാൻ പറഞ്ഞതാ. അനന്തേട്ടൻ എന്നെ ഒന്ന് തല്ലിയില്ലാന്നേ ഉള്ളൂ. അമ്മ അതുപോലെ തന്നെ. അവർക്ക് രണ്ടാക്കും അച്ഛനെ നോക്കാൻ വയ്യ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്ന് നോക്കിയേനെ എൻ്റെ അച്ഛനെ. ഓ, അതൊന്നും വേണ്ട. എന്നാ നീ വെച്ചോ. അനന്തേട്ടനും അമ്മൂനൊക്കെ വേണമെങ്കിൽ വരായിരുന്നു. പക്ഷെ അവർ നോക്കിക്കോ വരില്ല. ഞങ്ങളിവിടെ അടുത്തടുത്താ പറഞ്ഞിട്ടൊരു കാര്യമില്ല. തമ്മിൽ കണ്ടാൽ പോലും ഒന്നും മിണ്ടില്ല. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മോഹനേട്ടനെയും മക്കളെയും കൂട്ടി വന്നേനെ അങ്ങോട്ട്. വിട്ടുകളാ. എനിക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ തിരക്കും കാര്യങ്ങളും ഒക്കെ. എന്നാച്ചാ ഞാൻ വെക്കുവാ. കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വന്നു തോന്നുന്നുണ്ട്. ശരി. ആ കൃഷ്ണേട്ടാ, ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. കൃഷ്ണേട്ടൻ ഇവിടെ പോയി? ഞാൻ വെറുതെ. അച്ഛൻ വിളിച്ചിട്ട് എന്താ വീട്ടിലേക്ക് വരാത്തെ? ഹേ, ഒന്നും ആയിട്ടല്ല. ഇപ്പൊ ഞാനങ്ങനെ എങ്ങോട്ടും പോകാറില്ല. അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവരല്ലേ നമ്മൾ. ആ കാലമൊക്കെ പോയില്ലേ. എൻ്റെ ഭാരതി പോയി. എല്ലാവരുടെയും മക്കളും ഓരോ വഴിക്കായി. ബാബുവും കുട്ടികളും വരുന്നുണ്ട്. ഇന്നെന്തായാലും കൃഷ്ണേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എല്ലാരെയും കാണുമ്പോ എനിക്ക് ചിലപ്പോ സങ്കടം വരും. ഇന്നെന്തായാലും ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ കൊണ്ടുതരും. അതെങ്കിലും ചൂടോടെ കഴിക്കണം കേട്ടോ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. എൻ്റെ അമ്മു, എനിക്ക് നിങ്ങളെ ഒക്കെ മനസ്സിലാവും. നിങ്ങളുടെ തിരക്കും മനസ്സിലാവും. എന്നാലും അച്ഛാ, ഇപ്രാവശ്യം ഓണം അച്ഛൻ്റെ കൂടെ കൂടണമെന്ന് കരുതിയതാ. നേരത്തെ തന്നെ ലീവിനും അപ്ലൈ ചെയ്തതാ. അപ്പോഴാ ഒരു പുതിയ മാനേജർ വന്നത്. എന്ത് എമർജൻസി വന്നാലും ലീവ് തരാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ രാജിവെച്ച് പൊക്കോളാൻ പറഞ്ഞു. മോളെ, ജോലിയൊന്നും കളയല്ലേ. ഏട്ടനും ആളും വിളിച്ചിരുന്നോ? ആ, അവര് രണ്ടാളും വിളിച്ചിരുന്നു. രണ്ടാളും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാണുമല്ലേ? ആ,
അവർക്കും എന്തൊക്കെയോ തിരക്കാന്നാ പറഞ്ഞേ. ഒക്കെ വെറുതെ അച്ഛാ. ഏയ് അതൊന്നും ആവില്ല. അച്ഛൻ അവരെ അറിയാത്തോണ്ടാ. ഓണത്തിന് നാട്ടിൽ വന്നാല് അച്ഛൻ്റെ കൂടെ നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നോട് ഒരിക്കൽ സൂചിപ്പിക്കുകയും ചെയ്തതാ. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. എന്റെ കൂടെ നിൽക്കാൻ പറ്റാത്തതിന്റെ സങ്കടമുള്ളവർക്ക്. കണ്ടോ, ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛന് വിശ്വാസം വരില്ല. അവരെ ന്യായീകരിക്കാൻ ഭയങ്കര ഉത്സാഹമാണല്ലോ. പണ്ടും അതങ്ങനെ തന്നെ ആയിരുന്നല്ലോ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹാ, അതൊക്കെ പോട്ടെ. എനിക്ക് അച്ഛനെ കാണാൻ പൂർത്തിയായിട്ട് വയ്യ. ജോലി പോയാ പോട്ടെ, ഞാൻ വരുവാ ഓണത്തിന് അച്ഛനെ കാണാൻ. എന്റെ മോളെ, നീ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ. എത്ര നാളായി അച്ഛാ നമ്മളൊക്കെ ഒരുമിച്ച് ഒരു ഓണം കൂടിയിട്ട്. ആനന്ദേട്ടനൊക്കെ മനസ്സ് വെച്ചാ എപ്പോ വേണമെങ്കിലും നാട്ടിൽ വരാം, അച്ഛനെ കാണാം. എനിക്ക് അങ്ങനെയാണോ? എന്റെ മക്കളെ, അച്ഛനിപ്പോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ലീവൊക്കെ കിട്ടുന്നതിനനുസരിച്ച് പതുക്കെ വന്നാ മതി. ഓണമൊക്കെ വെറും ആഘോഷമല്ലേ. നമ്മളെപ്പോ ഒരുമിച്ച് കൂടുന്നോ അപ്പോഴാ നമുക്ക് ഓണം. കലണ്ടറിലെ ഓണം കഴിഞ്ഞു പോയാലും നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാലോ. നിങ്ങളുടെ മൂന്നാളുടെ തിരക്കൊക്കെ തീരട്ടെ. പക്ഷേ അച്ഛൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നതാ അച്ഛന് വിഷമം. എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. പക്ഷേ എന്നെയും ബാലുവിനെയും കാണുമ്പോ ഒരുമാതിരി പിശാചിനെ കാണുന്ന പോലെയാ ആനന്ദേട്ടനും മാളൂനും. അതൊക്കെ നിന്റെ തോന്നലാ മോളെ. ഒന്നുമല്ല, നമ്മുടെ തറവാട് എഴുതി കൊടുത്ത അച്ഛനെ നോക്കാനും ചെറിയൊരു മനസ്സുണ്ടായിട്ടുണ്ട്. അത് പറ്റില്ലെന്നൊരിക്കൽ ഞാൻ പറഞ്ഞതാ. അങ്ങനെ ഇപ്പൊ ഏട്ടനത് കൊടുക്കണ്ട. പണ്ട് മുതലേ ഒന്നുമില്ലാത്തത് എനിക്കാ, കഷ്ടപ്പാടും എനിക്കാ. ആ, അച്ഛൻ അതൊക്കെ വേണ്ടതുപോലെ ചെയ്തോളാം. ആ, അത് മതി. എന്നാ ആയിക്കോട്ടെ മോളെ. നമ്മുടെ അച്ഛനൊക്കെ തന്നെയാ എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? എന്നാലും അച്ഛനൊറ്റയ്ക്ക് അവിടെ. ആ, നീ എപ്പോ എത്തി? ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ ഏട്ടാ. ബാലു വന്നില്ലേ? നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചിട്ട് പറഞ്ഞാ മതിന്ന് പറഞ്ഞു. മോഹൻ എവിടെ? മോഹനേട്ടൻ ഇപ്പോൾ വരും. അല്ല, എന്നിട്ട് നിങ്ങളെന്ത് തീരുമാനിച്ചു? നാട്ടിൽ പോയി അച്ഛൻ്റെ കൂടെ നിൽക്കലൊന്നും നടക്കൂല. പിന്നെ ഇങ്ങോട്ട് കൂട്ടാന്ന് വെച്ചാ മോഹനേട്ടൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അച്ഛനവിടെ ഒറ്റയ്ക്കാണോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാ, അവിടെ പോയി നിൽക്കാനും പറ്റില്ല, ഇങ്ങോട്ടിട്ട് കൂട്ടാനും പറ്റില്ല. അത് തന്നെയാണ് എൻ്റെ സ്ഥിതി. അവിടെ പോയി നിൽക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ എന്താ ചെയ്യാ, അച്ഛനായി പോയില്ലേ, ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ. ഈ അച്ഛന് തറവാട്ടിൽ പോയി നിന്നാലെന്താ? അതെ, അച്ഛനിപ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വാശിയാണ്. നമ്മൾ അവിടേക്ക് ചെന്ന് നോക്കണം. ആ ഒരൊറ്റ ദുർവാശിയാണ്. ഓണത്തിന് എന്തായാലും അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിയാലോ? നമ്മുടെ മൂന്നാളുടെ അടുത്തും മാറി മാറി നിന്നാ കൊള്ളാന്നുണ്ട് അച്ഛന്. ഏയ്, അതൊന്നും ശരിയാവില്ല. നമ്മൾ മൂന്നാളും തമ്മിൽ പിണക്കത്തിലാന്ന് അച്ഛൻ ഞങ്ങൾ വിചാരിച്ചോട്ടെ. മോഹനേട്ടനാന്ന് തോന്നുന്നു